വാർത്തകൾ വിശദമായി. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ പ്രതി അഷ്കർ കുറ്റം സമ്മതിച്ചു. കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നും കുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചുവെന്നും അഷ്കർ. കുട്ടി കരഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. കുട്ടിയുടെ ശരീരത്തിൽ ചെറുതും വലുതുമായി 51 മുറിവുകളെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെടുമങ്ങാടുള്ള 1.5 വയസ്സുകാരന്റെ മരണത്തിലാണ് പ്രതി അഷ്കർ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു അഷ്കറിനെ. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, ഇപ്പോൾ അഷ്കർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അഷ്കറുമായി എടുത്ത തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ പ്രതി അഷ്കർ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ തല അഷ്കർ ഭിത്തിയിൽ ഇടിപ്പിച്ചു എന്ന് അഷ്കർ മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടി കരഞ്ഞതാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണമായിരുന്നു. കുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിപ്പിക്കാൻ കാരണമായെന്നും അഷ്കർ മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ കുട്ടിയെ നിരന്തരമായി ഉപദ്രവിച്ചു എന്നും അഷ്കർ ഇപ്പോൾ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. കുട്ടിയുടെ ദേഹമാസകലം 51 മുറിവുകളാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം കണ്ടെത്തിയത്. ദേഹത്ത് പൊള്ളലേറ്റ പാടുകൾ അടക്കം ഉണ്ടായിരുന്നു. ഉണങ്ങാത്ത മുറിവുകളടക്കം കുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്നു. ഈ മരിക്കുന്ന സമയത്ത് അഷ്കർ തന്നെയാണ് കുട്ടീനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്ന വേളയിൽ അഷ്കർ ആശുപത്രി അധികൃതരോട് അറിയിച്ചിരുന്നത് കുട്ടിയുടെ ശ്വാസകോശത്തിൽ ആഹാരം കുടുങ്ങി, അതിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടത് എന്നാണ്. എന്നാൽ ഇൻക്വസ്റ്റ് നടപടിക്കിടയിലാണ് കുട്ടിയുടെ ശരീരത്ത് ആകമാനം മുറിവുകൾ കണ്ടെത്തുന്നതും ഇതിലൊരു അസ്വാഭാവികത ആശുപത്രി അധികൃതർക്ക് തോന്നുന്നു. തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു. ഇതേ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ 51 മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. ജനനേന്ദ്രിയത്തിൽ അടക്കം ഇത്തരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഉണങ്ങാത്ത മുറിവുകളായിരുന്നു. അതായത് കുട്ടി ഈ മരണപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഇത്തരത്തിൽ അഷ്കറിൽ നിന്ന് മർദ്ദനം ഏറ്റിരുന്നു എന്നതിന് തെളിവാണത്. കൂടാതെ 2 മാസം മുമ്പാണ് കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞ നിലയിൽ കണ്ടെത്തി പ്ലാസ്റ്റർ ഇട്ടിരുന്നത്. അഷ്കർ കുട്ടിയുടെ 2 കൈകളും തല്ലി ഒടിച്ചു എന്നുള്ള കുറ്റസമ്മതവും അഷ്കർ നടത്തിയിട്ടുണ്ട്. ആ വേളയിലൊക്കെ അഷ്കറും അഖിലയും എല്ലാവരോടും പറഞ്ഞിരുന്നത് കുട്ടി വാഹനത്തിൽ അത് കളിച്ചുകൊണ്ടിരിക്കുക സൈക്കിളിൽ നിന്ന് വീണാണ് ഇത്തരത്തിൽ 2 കൈകളും ഒടിഞ്ഞത് എന്നാണ്. ഇതിൽ അഖിലയുടെ അമ്മയ്ക്ക് തന്നെ സംശയം ഉണ്ടാകും. തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു. എന്നാൽ പോലീസ് വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. കുട്ടിയെ വീണ്ടും അഖിലയുടെ കൂടെ പറഞ്ഞയക്കുകയായിരുന്നു. അഖിലയും ഈ അഷ്കറും 6 മാസമായി ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇരുവരും നിയമപരമായി വിവാഹിതരല്ല. അഖിലയുടെ ആദ്യ ഭർത്താവ് അഖില മരണപ്പെട്ടിരുന്നു. അതായത് ഈ അഖില ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അഖിൽ ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്ന് കുറച്ച് വർഷങ്ങൾ അഖിലയുടെ അമ്മയോടൊപ്പമായിരുന്നു. പിന്നീടാണ് ഒരു 6 മാസമായിട്ട് അഷ്കറുമായി ഇത്തരത്തിൽ സൗഹൃദത്തിലാവുന്നു. തുടർന്ന് അവർ ഒരു വാടക വീട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്ക് നിരന്തരമായി ഇത്തരത്തിൽ ഉപദ്രവം ഏൽക്കുന്നത്. 1.5 മാസമായി അഷ്കർ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് അഷ്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഷ്കർ െതിരെ മറ്റു നിരവധി കേസുകളും ഇത്തരത്തിലുണ്ട്. എന്നാൽ ഈ പല കേസുകളും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ അതൊന്നും പോലീസ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നൊരു ആരോപണവും ഉയർന്നിട്ടുണ്ട്. അഷ്കറിന്റെ ആദ്യ ഭാര്യയെയും അഷ്കർ ഇത്തരത്തിൽ മർദ്ദിച്ചിരുന്നു എന്നും ആ കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. അഷ്കറിന്റെ ആദ്യ ഭാര്യയ്ക്ക് അസുഖബാധിതയാണ്. അവരെ നിരന്തരമായി മർദ്ദിച്ചിരുന്നു. കൂടാതെ തന്നെ അഷ്കർ മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ കടമായി വാങ്ങിയത് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിലും നെടുമങ്ങാട് പോലീസിന് പരാതി നൽകിയിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അനാസ്ഥയാണ് വന്നിരിക്കുന്നത്. വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളടക്കം വ്യക്തമാക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. നെടുമങ്ങാടുള്ള 1.5 വയസ്സുകാരന്റെ മരണത്തിലാണ് ഇപ്പോൾ പ്രതി അഷ്കർ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. കുട്ടി വളരെ ക്രൂരമായി മർദ്ദനമേറ്റിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെന്നും 51 മുറിവുകളാണ് ചെറുതും വലുതുമായിട്ട് കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.